മക്കളെ, ഇന്ന് ഈ വീഡിയോയിൽ മിസ് നിങ്ങൾക്ക് ആദ്യം കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം. എന്തൊക്കെയാണ് ഈ ചിത്രങ്ങൾ തമ്മിലുള്ള സാമ്യം എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തും. ആദ്യം നമുക്ക് കാണുന്നത്, ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു കുളത്തിന്റെ ഫോട്ടോ ആണ് അല്ലെ, ചിത്രമാണ്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? നദിയാണ്. അപ്പൊ കുളത്തിലും നദിയും ഒക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എന്തായിരിക്കും? ജലമാണ് അല്ലെ. നമ്മൾ വീട്ടിലേക്ക് സാധാരണ നമ്മൾ എല്ലായിടത്തും, വീടായിക്കോട്ടെ ഇനി മറ്റെന്തെങ്കിലും സ്ഥലങ്ങളിലോ ഹോട്ടലോ അങ്ങനെ എല്ലായിടത്തും നമ്മൾ വെള്ളത്തിന് അധികവും ആശ്രയിക്കുന്നത് എന്തിനെയാണ്? കിണറിനെയാണ്. ഇനി മറ്റൊരു ഫോട്ടോ നോക്കൂ. നമുക്ക് കിണർ കുഴിക്കാൻ സാധ്യമല്ലാത്ത ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നല്ല ഉയർന്ന മലപ്രദേശങ്ങളിൽ അവിടെയൊക്കെ കിണർ കുഴിക്കാന്നത് കുറച്ച് പ്രയാസമായിരിക്കും. അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ ധാരാളമായി ആശ്രയിക്കുന്നത് നമ്മുടെ കിണറിനേക്കാൾ ആ ഭാഗങ്ങളിലുള്ള അരുവികളെയും അല്ലെ തോടുകളെയും ഒക്കെയാണ് അവർ ജലത്തിനായിട്ട് ആശ്രയിക്കുന്നത്. അപ്പൊ നമ്മൾ കിണറിൽ നിന്ന് മാത്രമാണോ വെള്ളം എടുക്കുന്നത്? അല്ല. ചില ആളുകളൊക്കെ കുളത്തിനെ ആശ്രയിക്കുന്നു അവരുടെ ജീവിതത്തിന് വേണ്ടി. ചിലര് നദിയിൽ നിന്ന് വെള്ളം എടുക്കുന്നു അല്ലെ. പിന്നെയോ അരുവിയിൽ നിന്നും കുളത്തിൽ നിന്നും കിണറിൽ നിന്നും ഒക്കെ നമ്മൾ വെള്ളം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് മൊത്തത്തിൽ ഒരു വാക്ക് പറയും, നമ്മൾ ജലസ്രോതസ് എന്ന് പറയും മലയാളത്തിൽ. നമുക്ക് കിട്ടുന്ന വെള്ളത്തെയൊക്കെ ഭൂമിയിൽ നമ്മൾ ഇങ്ങനെയല്ലേ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, എന്നിട്ട് അതിൽ നിന്നല്ലേ നമ്മൾ ആവശ്യത്തിന് എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജലസ്രോതസ്സുകളാണ്. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്, നമ്മൾ എന്താണ് ഇതിനെ ഹിന്ദിയിൽ പറയുന്നത്? ജലസ്രോതസ് എന്ന് മലയാളത്തിൽ പറയുന്നു. ഇവിടെ എന്താ വായിക്കുന്നത് നോക്കൂ? ജൽ സ്ത്രോത് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് പഠിക്കേണ്ടത്, ഈ നമ്മുടെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾക്ക് നമ്മൾ ഹിന്ദിയിൽ എന്ത് വാക്കാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ക്ലാസ് മുതൽ നിങ്ങൾ 10th എത്തിയാലും +1 +2 എത്തിയാലും നിങ്ങൾക്ക് ഹിന്ദിയിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട വാക്കുകളാണ് ഇപ്പൊ നമ്മൾ പഠിച്ച ജലസ്രോത് എന്ന വാക്ക്. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന കുളത്തിന് നമ്മൾ എന്താണ് ഹിന്ദിയിൽ പറയാന്നറിയാമോ? എന്താണ്? നിങ്ങളിൽ പലരും പഠിച്ചിട്ടുണ്ടാകും, താലാബ്. കിണറിനോ കുവേ എന്ന് പറയും അല്ലെ. കുവേ, ഇനി കുവാന്നും പറയും ചില. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുവാന്ന് എഴുതാം, ഇനി അതല്ലെങ്കിൽ കുവേന്നും എഴുതാം. ഇനി നദി, ഇതെന്താണ്? ഇത് നദിയാണല്ലേ, നദി. ഇതിനോ അരുവിക്ക് എന്ത് പറയുന്നു? ജർണ. അപ്പൊ ഈ 4 വാക്കുകൾ നിങ്ങൾ മറക്കാൻ പാടില്ല. താലാബ്, കുവാ, നദി, ജർണ. അപ്പൊ ഇത് 4ഉം നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ്. അപ്പൊ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് അറിയുന്ന 2 ജലസ്രോതസ്സുകളുടെ പേര് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ പോകരുത്. എന്താണെന്ന് ഇനി മറക്കില്ലല്ലോ. താലാബ് കുളമാണ്, കുവ കിണറാണ്, നദി എന്നത് നിങ്ങൾ മറക്കില്ല അല്ലെ, ജർണ അരുവിയാണ്. അപ്പൊ ഇത് മറക്കരുത്. അപ്പൊ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഏത് മുതിർന്ന ക്ലാസ്സുകളിലേക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള വാക്കാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യാം.